നാടിറങ്ങുന്ന കാട്ടാനയെ മയക്കുവെടി വെക്കേണ്ടതിനെ സംബന്ധിച്ച് കൃത്യമായ കേന്ദ്ര നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര മാനദണ്ഡങ്ങളുണ്ട്. വയനാട് ഇറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന ആനയുടെ മരണത്തിലേക്ക് നയിച്ചതാ ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിലെ വീഴ്ചയാണോ? അതിനുള്ള സൂചനകൾ നൽകുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കേന്ദ്ര മാനദണ്ഡങ്ങളെന്ന് നോക്കാം. തണ്ണീർക്കൊമ്പന് മയക്കുവെടി വെച്ചത് കേന്ദ്ര ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. കാട്ടാനയെ വെടിവെക്കേണ്ടത് ഉച്ചയ്ക്ക് മുൻപെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. അതായത് ഉച്ച സമയത്ത് ആനയെ വെടിവെക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം, ജലാംശം കുറഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടാകാം. അത് ചൂടുള്ള സമയം ഒഴിവാക്കണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടു. PT-7നെയും അരിക്കൊമ്പനെയും വെടിവെച്ചത് ഉച്ചയ്ക്ക് മുമ്പാണ്. നമുക്കറിയാം, പുലർച്ചെയാണ് ഈ ഓപ്പറേഷൻ. PT-7ന്റെയും അരിക്കൊമ്പന്റെയും PM2ന്റെയും ഒക്കെ ഓപ്പറേഷൻ നടത്തുന്നത് പുലർച്ചെ ആണ് നടത്തുന്നത്. ഈ ഉച്ച സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ, വെടിവെക്കുന്ന തരത്തിലുള്ള നടപടികൾ നടത്തിയിട്ടില്ല. തമിഴ്നാട്ടിൽ അരിക്കൊമ്പനെ വെടിവെച്ചത് അതിരാവിലെയാണ്. അതായത് പുറത്ത് അറിയുന്നത് പോലും പുലർച്ചെ 6 മണിക്ക് ശേഷമാണ്. അതിനു മുമ്പ് തന്നെ അരിക്കൊമ്പന് മയക്കുവെടി നൽകിയിരുന്നു. ഈ ബൂസ്റ്റർ ഡോസ് നൽകുന്ന കാര്യത്തിലല്ല, ആദ്യത്തെ ഡോസ് മയക്കുവെടി നൽകുന്ന കാര്യത്തിലാണ് ഈ നിർദ്ദേശമുള്ളത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ 2022 നിർദ്ദേശങ്ങളാണ് ഈ വിഷയത്തിൽ, തണ്ണീർക്കൊമ്പന്റെ വിഷയത്തിൽ ലംഘിക്കപ്പെട്ടത്.